നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ LPSC UPSC അപ്ലൈ ചെയ്തിരിക്കുന്നവരിൽ നമ്മളൊരു 90% ആളുകളും എന്താണ് ഇപ്പോൾ ഒന്നില്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ അമ്മമാരൊക്കെയാണ്. അപ്പോൾ അവർക്ക് ഇത്രയും ദിവസം പഠിക്കാൻ കാര്യമായിട്ട് സാധിച്ചില്ല എന്ന് വെച്ചിട്ട് വളരെയധികം ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇതുവരെ പഠിക്കാൻ സാധിച്ചില്ല, ഇനി ഞാൻ എങ്ങനെ തുടങ്ങണം, എന്ത് പഠിക്കണം, അപ്പം ഞാൻ ഇനി പഠിച്ചു കഴിഞ്ഞാൽ നല്ല റാങ്കിലോട്ട് എനിക്ക് എത്താൻ സാധിക്കുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഒരു ഉത്തരമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ LPSC UPSCക്ക് തയ്യാറെടുക്കുമ്പോൾ ഇതുവരെ ഞാൻ പഠിച്ചില്ല, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് തുടങ്ങേണ്ടത്, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതുവരെ നിങ്ങൾ വർക്കിംഗ് ആയിരിക്കാം, ചെറിയ കുട്ടികളുടെ അമ്മമാരായിരിക്കാം. ഓക്കെ, അതെല്ലാം ശരിയാണ്, റിയൽ ആയിട്ടുള്ള ഫാക്റ്റുകളാണ്, അതൊന്നും നമ്മളെ കൊണ്ട് മാറ്റാവുന്നതല്ല. പക്ഷേ നമ്മൾക്കിപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് മുൻപിലുള്ള ഈ ഒരു 2 മാസം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാസങ്ങളാണ്. അതായത് ഈ പറയുന്ന ഒരു 60 ദിവസം നിങ്ങൾ നല്ല പോലെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലോട്ട് എത്താനായിട്ട് സാധിക്കും. ഈ 60 ദിവസം കൊണ്ട് നമ്മുടെ സിലബസ് ഒന്ന് കവർ ചെയ്തിട്ട് പിന്നെ സ്കൂൾ തുടങ്ങി ആദ്യത്തെ 1-2 മാസങ്ങൾ എന്താണെങ്കിലും ജൂണിൽ നമുക്ക് LPSCയും UPSCയും ഇല്ല എന്നറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റിലൊക്കെ ആയിരിക്കും നമ്മൾ എക്സാം ഉണ്ടാവുക. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്ത് ഒന്ന് സെറ്റ് ആക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്ലാനിങ് എന്ന് പറയേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനായിട്ട് എന്തെല്ലാമാണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും, എന്തെല്ലാം മുന്നൊരുക്കങ്ങളാണ് വേണ്ടത് അല്ലെ? LPSC UPSCക്ക് ഇനി പഠിച്ചു തുടങ്ങണം. അപ്പം നമ്മൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ് ഈ മുന്നിൽ ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? അപ്പോൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ മുന്നൊരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, സിലബസ് എന്താണ് എന്നുള്ളത്. നിങ്ങൾക്ക് കഴിഞ്ഞ NCAയുടെ ചോദ്യപേപ്പറുകൾ വിലയിരുത്തിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഈ സിലബസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കറക്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള. സിലബസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണല്ലോ. ഒരു LD പരീക്ഷയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ LPSC UPSCയുടെ സിലബസ് എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. അപ്പോൾ ഈ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ചോദ്യ പേപ്പറും വന്നിട്ടുള്ളത്. അപ്പോൾ ആ സിലബസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, ആദ്യം നമ്മുടെ സിലബസ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആദ്യത്തെ കടമ്പ എന്താണെന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ സിലബസ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. സിലബസ് എങ്ങനെയാണ്, ഡീറ്റെയിൽഡ് സിലബസ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ സിലബസ് എന്താണ്, എത്രത്തോളം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നുണ്ട് എന്നുള്ളത് ആദ്യം ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യം അറിയുമ്പോൾ നിങ്ങളെ തന്നെ ആദ്യം ഒന്ന് വിലയിരുത്തുക. അതായത് നിങ്ങളെ വിലയിരുത്തുക എന്ന് ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം, ഞാനൊരു സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു, അതായത് ഞാനൊരു സയൻസ് അധ്യാപികയാണ് ഇപ്പോൾ. അപ്പോൾ സയൻസ് മെയിൻ വിഷയമായിരിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും മാത്സും ഈസി ആയിരിക്കും. പക്ഷെ അവർക്ക് പ്രശ്നം വരുന്ന മേഖല എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആയിരിക്കും. മോസ്റ്റ്ലി നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ ഹിസ്റ്ററിയുടെ ഭാഗങ്ങളായിരിക്കും ടഫ് ഉണ്ടാവുക അല്ലേ? ഈ സോഷ്യൽ അധ്യാപികയാണ് ഞാനെങ്കിൽ, അതായത് സോഷ്യലാണ് എൻ്റെ മെയിൻ വിഷയമെങ്കിൽ, എനിക്ക് സയൻസ് വിഷയങ്ങളിലും മാത്സിലുമായിരിക്കും ടഫായിട്ടുണ്ടാവുക അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ അറിയൂ എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വിഷയം ഏതാണ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ് എന്നുള്ളത് ഈ ഒരു സിലബസ് നിങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്കറിയാം, സയൻസിൻ്റെ മേഖലയിൽ അത്യാവശ്യം നല്ലൊരു ലെവലിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ
ബലം എവിടെയാണ്, അതായത് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റിന് കുറച്ച് സമയം മാറ്റിവെക്കുക, കുറച്ച് ടഫ് ആയിട്ടുള്ള ഭാഗങ്ങൾക്ക് കൂടുതൽ സമയം മാറ്റിവെക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. നമ്മൾ എയിം സ്റ്റഡി സെന്ററിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്ന ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതായത് അവരെല്ലാവർക്കും അവരുടേതായ സിലബസിൻ്റെ നമ്മൾ PDF സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ഇതിൻ്റെ വീഡിയോ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിൻ്റെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ അവർക്ക് നൽകുന്ന ഒന്നാണ് സ്റ്റഡി അനാലിസിസ് എന്നുള്ളത്. ഈ സ്റ്റഡി അനാലിസിസ് എന്ന് പറയുമ്പോൾ ഓരോ ടോപ്പിക്കും കേരള ചരിത്രത്തിലെ ഏതൊക്കെ ടോപ്പിക്കുകൾ വരുന്നുണ്ട്, നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ വ്യക്തികളെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, അങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെയും കൃത്യമായ അനാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി ഓരോ കുട്ടികൾക്കും സെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന PDF ആണിത്. ഇത് അവർ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുന്നു. നമ്മളുടെ സ്റ്റഡി പ്ലാനിനനുസരിച്ച് കൃത്യമായി ടിക്ക് ചെയ്ത് അവർ റിവിഷൻ കംപ്ലീറ്റ് ചെയ്തിരുന്നോ, പഠിച്ചു കഴിഞ്ഞതാണോ, സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഉൾപ്പെടുത്തിയതാണോ, ഡെയിലി എക്സാമിന് നമ്മൾ ഇതൊക്കെ എഴുതി നോക്കിയതാണോ, റിവിഷൻ എക്സാം എഴുതി കഴിയുമ്പോൾ മാത്രമാണ് റിവിഷൻ എന്ന ഭാഗത്ത് ടിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ കൃത്യമായി വെരിഫൈ ചെയ്തുകൊണ്ടാണ് ഓരോ പോർഷൻസും കവർ ചെയ്ത് പോവുക. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സിലബസും നിങ്ങളുടെ സ്റ്റഡി അനാലിസിസും കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഇതാണ്, സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക, അതിൻ്റെ സ്റ്റഡി അനാലിസിസും കൃത്യമായി തന്നെ കൈവയ്ക്കുക. നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഈസിയുള്ള ഭാഗമാണെങ്കിൽ അതിനായി കുറച്ച് സമയവും കഷ്ടമുള്ള ഭാഗങ്ങൾക്കായി കൂടുതൽ സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ ചെയ്യേണ്ടത് എന്താണ്, പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ മനസ്സിൽ കരുതണം. ഓക്കെ, ഇപ്പം ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് എല്ലാ സബ്ജക്റ്റിലും, വിച്ച് മീൻസ് ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഒരു ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്യും, മാത്സിൽ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യും, ഫിസിക്സിൽ ഒരു ടോപ്പിക്ക്, അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ ഒരു ടോപ്പിക്ക്, സോഷ്യൽ സയൻസിൽ ഒരു ടോപ്പിക്ക്, സൈക്കോളജിയിൽ ഒരു ടോപ്പിക്ക്. അല്ലെ, സൈക്കോളജി നമുക്കെന്ന് പറയുമ്പോൾ ഒരു 26 മാർക്കിനോളമൊക്കെ നമുക്ക് സൈക്കോളജി ആൻഡ് പെഡഗോജി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോർഷൻസ് ഞാൻ കവർ ചെയ്തിരിക്കും എന്ന് ആ ഒരാഴ്ച കൊണ്ട് ഉറപ്പിച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പോൾ ഇത്ര പോർഷൻസ് കറക്റ്റായി നിങ്ങൾ ഫോളോ ചെയ്തെത്തും, എത്ര സമയം ഇതിനായി വിനിയോഗിക്കും എന്നുള്ളതെല്ലാം നിങ്ങൾ സ്വയം ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് മനസ്സിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ എന്നുള്ളത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എന്ത് പഠിക്കണം അല്ലേ? അടുത്തത് നമ്മൾ ഇന്നതൊക്കെ ചെയ്തു, സിലബസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. സിലബസ് കാണുമ്പോൾ തന്നെ പലർക്കും ടെൻഷനാണ്, അയ്യോ ഇത്രയും പോർഷൻസ് കവർ ചെയ്യണോ അല്ലേ? അപ്പോൾ നമ്മൾ കാരണം ഒരുപാട് വർഷമായിട്ട് ഗ്യാപ്പ് വന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പം ഇനി എന്താണ് പഠിക്കേണ്ടത്, എവിടെ തുടങ്ങണം അല്ലേ? അതാണ് അടുത്ത ചോദ്യം, എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നുള്ളത്. എന്ത് പഠിക്കണം എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്യുന്നത് SCERT എന്ന് തന്നെയാണ്. ഓക്കെ, SCERTയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ 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 വലുത് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു സിലബസ് വെച്ച് നോക്കിയാൽ അറിയാം എന്താണ് SCERTയിലെ ചാപ്റ്ററുകളുടെ പേരുകളടക്കം ഡയറക്റ്റ്ലി സിലബസിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇപ്പോൾ കേരളം ആധുനികതയിലേക്ക്, സോഷ്യൽ സയൻസിലാണെങ്കിൽ കേരളം ആധുനികതയിലേക്ക് എന്നുള്ള 8ാം ക്ലാസ്സിൽ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്നും ചരിത്രത്തിന്റെ നല്ലൊരു ഭാഗം അവർ കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ സയൻസ് വിഷയങ്ങളിൽ അങ്ങനെയല്ല. വൈദ്യുതകാന്തിക ഫലമാണെങ്കിലും ദ്രവഫലങ്ങളാണെങ്കിലും പ്രകാശമാണെങ്കിലും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് നിലവാരത്തിലുള്ള ആ ഒരു SCERT ചാപ്റ്ററിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻസ് മാക്സിമം വരുന്നത്. അപ്പോൾ SCERT എന്നുള്ളത് 100% നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ഓക്കെ, 100% നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ സിലബസിൻ്റെ 80% കവർ ചെയ്തു എന്ന് ഞാൻ പറയും. അതായത് നിങ്ങൾ സിലബസിൽ വരുന്ന ഭാഗങ്ങൾ മാത്രം കവർ ചെയ്താൽ തന്നെയും നിങ്ങൾക്ക് നല്ലൊരു പോർഷൻസിൽ കവർ ചെയ്തെത്താനായിട്ട് സാധിക്കും. അപ്പോൾ SCERTയിൽ ഏതൊക്കെ ചാപ്റ്ററുകളാണ് നിങ്ങൾ ആദ്യം റെഫർ ചെയ്ത് മുൻഗണന കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ നമുക്ക് അധികം വൈകാതെ തന്നെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് SCERT നിങ്ങൾ തന്നെ നോക്കുക, നമ്മുടെ സിലബസ് വരുന്ന ചാപ്റ്റർ ആണോ. ഈ SCERT പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പേഴ്സണൽ സജഷൻ ആണ് കേട്ടോ. ഇപ്പോൾ എല്ലാ ടെക്സ്റ്റ് ബുക്കും വാങ്ങി എല്ലാത്തിനെയും ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ ഹാങ് ആവുന്ന രീതിയിൽ ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല. ഇപ്പം നമ്മൾ എയിം സ്റ്റഡിയിൽ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കണ്ടൻസ്ഡ് വേർഷൻ നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്.
ഓക്കെ. അപ്പോൾ 5 മുതൽ 10 വരെയുള്ള പാഠഭാഗങ്ങളുടെ ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളും ഇതിൻ്റെ എല്ലാം കണ്ടൻസ്ഡ് വേർഷനിലുള്ള നോട്ട്സും നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നമ്മൾ എയിംസിലെ കുട്ടി അല്ലാതെ പുറത്തുള്ളൊരു കുട്ടിയാണ് എങ്കിൽ ഓക്കെ, അപ്പം ഞാൻ അവർക്ക് കൂടെ ചേർത്തി പറഞ്ഞു തരണമല്ലോ. അപ്പം അവർക്കാണെങ്കിൽ ഞാൻ പറയുന്ന പേഴ്സണൽ സജഷനാണ് ഈ SCERT ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്ന ടെലഗ്രാം ചാനൽസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതുപോലുള്ളൊരു ചാനലിലോ മറ്റോ കയറി ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഡൗൺലോഡ് ചെയ്തത് ടെലഗ്രാമിൽ നിങ്ങൾക്ക് സേവ് ചെയ്തിടാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ ഡാറ്റ അല്ലെങ്കിൽ ഫോണിൻ്റെ സ്പേസ് നിങ്ങൾക്ക് നഷ്ടമാവില്ല. അത് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് ഏത് സമയത്തും നിങ്ങൾക്ക് അക്സസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, അതൊരു ജസ്റ്റ് ഒരു പേഴ്സണൽ സജഷൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ മാത്രം ഫോളോ ചെയ്താൽ മതി. അപ്പോൾ എന്ത് പഠിക്കണം എന്നുള്ളതിന് ഞാൻ ആദ്യമേ മറുപടി പറഞ്ഞു. SCERTക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. SCERT ഒരു 1.5 മാസത്തിൽ നമുക്കുള്ള 2 മാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏകദേശം 1 മാസം കൊണ്ട് SCERT കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മെയിൻലി സയൻസും സോഷ്യൽ സയൻസിലെ നമ്മുടെ സിലബസിൽ വരുന്ന ഭാഗങ്ങൾ മാത്രം എന്ന് ഞാൻ എടുത്തു പറയും. സോഷ്യൽ സയൻസിലെ നമ്മുടെ സിലബസിൽ വരുന്ന ഭാഗങ്ങൾ മാത്രം ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ മധ്യകാല ഇന്ത്യ പഠിക്കുന്നവരുണ്ടാവും അല്ലെ, മധ്യകാല ഇന്ത്യ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, റവല്യൂഷൻസ്, വേൾഡ് ഹിസ്റ്ററി, ഇങ്ങനെയുള്ള ചാപ്റ്ററുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ 10ാം ക്ലാസ്സിലെ ആദ്യത്തെ 1-2 ചാപ്റ്ററുകളൊക്കെ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കുന്നതിൽ പ്രശ്നമില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടതാണ്, സോഷ്യൽ സയൻസിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ഭാഗങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള പോർഷൻസ് കവർ ചെയ്യുക. സയൻസിൽ ഏകദേശം എല്ലാം നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയി തന്നെ വരുന്ന പോർഷൻസ് ആണ്. പിന്നെ 5ാം ക്ലാസ്സിലെ ബുക്കൊക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. കാരണം എന്താണ്, അത്രയും ഒരുപാട് പോയിന്റുകളൊന്നും അതിനകത്ത് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കവറപ്പ് ചെയ്തെടുക്കുക. 10ാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങൾ നിർബന്ധമായിട്ടും കവർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ലെവൽ വരുന്നതാണ്. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, അടുത്ത നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ട് അല്ലെ, എന്താണത്, എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഈ പറഞ്ഞത് എന്ത് പഠിക്കണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു SCERT ആണ് പഠിക്കേണ്ടത് എന്ന്. അപ്പോൾ ഈ പറയുന്ന 2 മാസത്തിൽ ഫസ്റ്റിലെ 30 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 35 to 40 ഡേയ്സ് നമ്മൾ എന്തിനു ഉപയോഗിച്ചു, SCERT കവർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞു. ഈ SCERT കവർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ വളരെ കൂടുതലായിരിക്കും. അതിനുശേഷം നിങ്ങൾ SCERT കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണ്, SCERT കഴിയുമ്പോൾ നിങ്ങൾ രണ്ടാമതായി ചെയ്യേണ്ട കാര്യം ഇതാണ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഡെയിലി 1 എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയാം കേട്ടോ. അതായത് നമ്മൾ LPSA UPSA ഒക്കെ പഠിക്കുന്ന ആളുകൾ നോർമലി ഒരു PSC എഴുതി ശീലമില്ലാത്ത ആളുകളായിരിക്കും ഒരു 60% കൂടുതൽ പേരും. അപ്പം അവർക്ക് ഈ PSCയുടെ ചോദ്യ പേപ്പർ, നെഗറ്റീവ് മാർക്കിംഗ്, അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടാവില്ല. അപ്പം ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ ഡിഗ്രിക്ക് റാങ്ക് മേടിച്ച ആളാണ് എന്നുള്ളതൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ മനസ്സിലുള്ള തോന്നലുകൾ. അല്ലെങ്കിൽ എന്തായിരിക്കും, ഞാൻ സബ്ജക്ട് എക്സ്പേർട്ട് ആണ്, എനിക്ക് അത്രയും പെർസെൻറ്റേജ് മാർക്ക് സ്കോർ ചെയ്ത ഒരാളാണ്, പിന്നെ ഈ PSC ആണോ വലിയ വിഷയം, അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. പക്ഷെ നിങ്ങൾ അറിയേണ്ടതൊന്നുണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു വില്ലനാണ് എന്നുള്ളത്. സോ ആ നെഗറ്റീവ് മാർക്കിംഗ് വരാതെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണോ, എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യണം. ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നത് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല, എങ്കിലും എന്ത് ചെയ്യുക, വീക്ക്ലി ഒരെണ്ണമെങ്കിലും വർക്കൗട്ട് ചെയ്യുക. 100 മാർക്കിന്റെ ഒരു ചോദ്യ പേപ്പർ 100 മാർക്കിന്റെ ഒരു ചോദ്യ പേപ്പർ എങ്കിലും നിർബന്ധമായും ആഴ്ചയിൽ ഒരു ദിവസം വർക്കൗട്ട് ചെയ്യണം. ഇപ്പോൾ എയിംസിലെ കുട്ടികൾക്ക് അറിയാം, നമ്മൾ ബുധനാഴ്ചകളിൽ ഒരു OMR പരീക്ഷ നടത്താറുണ്ട്. 100 മാർക്കിന്റെ നമ്മുടെ കറക്റ്റ് സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് 100 മാർക്കിന്റെ ഒരു പരീക്ഷ. അപ്പൊ ആ ഒരു പരീക്ഷ നിങ്ങൾ എല്ലാ ആഴ്ചയും എഴുതുമ്പോൾ എന്താണ്, അവർക്ക് ആ ഒരു കോൺഫിഡൻസ്, ഒരു എക്സാം എഴുതുക എന്നുള്ള ഒരു കോൺഫിഡൻസ് അവിടെ വരിക. ഇതേപോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കാനുള്ള ഒരു പ്രവണത കൂടെ അവിടെ നമ്മൾ ഉണ്ടാക്കുകയാണ്. അത് ഈ OMR എക്സാം എന്ന് പറയുമ്പോൾ കൃത്യമായി OMR ഷീറ്റിൽ ബബിൾ ചെയ്തുകൊണ്ട് തന്നെയാണ് പരീക്ഷ നടത്തുന്നത്. അപ്പൊ ആ ഒരു ബബിളിങ്ങിന്റെ സ്പീഡ് കൂടെ അതിലൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു കോളം കറുപ്പിക്കാൻ അത്രയും പണിയുണ്ടോ എന്നുള്ളത്. പക്ഷെ അതിനായിട്ട് നമുക്ക്, അതായത് നമ്മളിപ്പോൾ കോളം കറുപ്പിക്കുന്ന സമയത്ത് തെറ്റരുത്, കോളംസ് മാറിപ്പോകരുത്, അതേപോലെ തന്നെ നമ്മൾ ആ സമയത്ത് വളരെ ടെൻസ്ഡ് ആയിരിക്കും. ഇപ്പൊ വീട്ടിലിരുന്ന് എഴുതുന്ന ആ ഒരു ലാഘവത്തോടു കൂടിയൊന്നും അല്ല നമ്മൾ എക്സാം ഹാളിൽ ആ 1.25 മണിക്കൂർ ഇരിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ബബിളിങ് എന്നുള്ളത് ഒന്ന് ശീലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാം സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ എക്സാം നമ്മൾ വീട്ടിലിരുന്ന് എഴുതുന്ന ആ ഒരു
ഒരു ഫീലേ ഉണ്ടാവുള്ളൂ. അല്ലാതെ എക്സാം പേടി എന്നുള്ളത് നമുക്കവിടെ മാറ്റി വെക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ LP UP എക്സാമിൽ 250-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LP UP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. അപ്പൊ SCRT പഠിക്കുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ചെയ്യേണ്ട കാര്യം, മൂന്നാമത് ചെയ്യേണ്ട കാര്യം എന്താണ്? ഫ്രീക്വന്റ് റിവിഷൻ എന്നുള്ളതാണ്. ഫ്രീക്വന്റ് റിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് ഞാൻ എന്തൊക്കെയോ കുറച്ച് പോർഷൻസ് പഠിച്ചു. ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ഫസ്റ്റിലെ ടോപ്പിക് എന്താ? കേരള ചരിത്രത്തിലെ പഴശ്ശിരാജയാണ് അല്ലെ. പഴശ്ശിരാജയെക്കുറിച്ചും വേലുത്തമ്പി ദളവയെക്കുറിച്ചും ഞാൻ ഇന്ന് പഠിച്ചു. അപ്പോൾ അല്ലെങ്കിൽ ഒരു കുറിച്യ കലാപവും കൂടെ ഇരുന്നോട്ടെ. 3 ടോപ്പിക്ക്, ചെറിയ ടോപ്പിക്കാണ്. ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് വായിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ 3 ടോപ്പിക്ക് ഞാൻ എന്ത് ചെയ്തു? ഇന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അങ്ങനെ ഏതെങ്കിലും ഒരു മാത്സിലെ ബേസിക് ആയിട്ടുള്ള ഒരു ചെറിയൊരു ടോപ്പിക് അങ്ങോട്ട് നോക്കി. പിന്നെ സൈക്കോളജിയിലെ ബേസിക് ആയിട്ടുള്ള സിദ്ധാന്തങ്ങൾ ഏതെങ്കിലും ഒരു 1-2 ഇൻട്രൊഡക്ഷൻ പാർട്ട്, എക്സ്പ്ലനേഷൻസ് ഒക്കെ ഇങ്ങനെ നോക്കി. അതാണ് ഇന്ന് ഞാൻ പഠിച്ചതെന്ന് വിചാരിക്കുക. ഈ പോർഷൻസ് പഠിച്ചു കഴിഞ്ഞ് ഞാൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് വെറുതെ ഒന്ന് മനസ്സിൽ കൂടെ ഒന്ന് ഇങ്ങനെ ഓടിച്ചു നോക്കുക. അതായത് ഞാൻ എന്തൊക്കെയാണെന്ന് പഠിച്ചത്, എന്തൊക്കെ മനസ്സിലാക്കി, ഇതിൽ ഇന്ന ഫാക്റ്റുകൾ, ഇന്ന ആളുകളുടെ പേരുകൾ, അതൊക്കെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അല്ലെ. പഴശ്ശിരാജയെ സഹായിച്ച ആളുകൾ ആരൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തു. എന്നിട്ട് ഇന്ന് കിടന്നു. നാളെ കാലത്ത് ഏർലി മോർണിംഗ് എണീക്കാനായിട്ട് ശ്രമിക്കാം. അതായത് ഇപ്പോൾ ഒരു 4 മണിക്ക് എണീച്ച് പഠിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അവരോട് ഞാൻ പറയുന്ന അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് അറിയാം അല്ലേ. ഇപ്പം അങ്ങനെ 4 മണിക്കൊന്നും എണീക്കാതെ 7 മണിക്ക് എണീക്കുന്നവരുണ്ടാവും. അപ്പം അവരോടാണ് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു 4-4:30 എഴുന്നേറ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം നമ്മളൊന്ന് ഉറങ്ങി എണീക്കുമ്പോൾ നമ്മൾ വളരെ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഫ്രഷ് ആയിരിക്കും. ഓക്കെ, നമ്മളുടെ ടയേർഡ്നെസ് ഒക്കെ പോയി നമ്മൾ മെൻ്റലി അതേപോലെ തന്നെ ഫിസിക്കലിയും ഫ്രഷ് ആവുന്ന ഒരു ടൈമാണ്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ നിങ്ങൾ ആ സമയത്ത് വായിച്ചാൽ മതി. ഒരു 4:30 to 5:30, ശരി നിങ്ങൾക്കത് പറ്റുന്നില്ലെങ്കിൽ 5 to 6 1 മണിക്കൂർ കാലത്ത് എഴുന്നേറ്റതും വായിക്കുക. അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളൊരു 3 മണിക്കൂർ പഠിക്കുന്നതിൻ്റെ എഫക്റ്റ് ഒക്കെ നിങ്ങൾക്ക് ആ 1 മണിക്കൂർ കൊണ്ട് കിട്ടും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ലെങ്കിൽ അത്രയും നിങ്ങൾക്ക് എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് പഠിക്കാനായിട്ട് സാധിക്കും. വളരെ കാമാണ്, നിങ്ങളുടെ ചുറ്റുപാടും സൗണ്ട്സ് ഒന്നുമില്ല. സോ നിങ്ങൾക്ക് എന്താണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഏർലി മോർണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് തലേന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് മനസ്സിൽ ഉറപ്പിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? പുതിയൊരു ടോപ്പിക്ക്, അടുത്ത എക്സ്റ്റൻഷൻ എന്താണ്, നിങ്ങൾ അടുത്ത ഇന്നിപ്പോൾ കാലത്തായതുകൊണ്ട് ശരി കുറച്ച് ഫിസിക്സ് നോക്കാം, അല്ലെങ്കിൽ കുറച്ച് കെമിസ്ട്രിയോ ബയോളജിയോ നോക്കാം, അല്ലെങ്കിൽ സൈക്കോളജി നോക്കാം. അത് നിങ്ങളുടെ തീരുമാനമാണ് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം എന്നുള്ളത്. മാക്സിമം ഉറക്കം വരുന്ന സമയങ്ങളിൽ മാത്സ് ചെയ്യുക കേട്ടോ. ഇപ്പം നൈറ്റൊക്കെയാണ് 10 മണിക്ക് ശേഷം പഠിക്കാനിരിക്കുകയാണെങ്കിൽ മാത്സ് വർക്കൗട്ട് ചെയ്യുക എന്ന് ഞാൻ പറയുള്ളൂ. കാരണം മാത്സ് ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല. അപ്പോൾ ഒരു 1 hour, ഒരു ദിവസം 1.5 മണിക്കൂറൊക്കെ മാത്സ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റ് ചെയ്യുമ്പോൾ അത് കുറേ കൂടെ എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പഠിക്കുന്ന സ്ട്രാറ്റജീസ് ഇതൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളെ നേരിടാം? നമ്മളപ്പോൾ പഠിച്ചു, പരീക്ഷകളൊക്കെ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. അടുത്തത് നമ്മൾ ഇനി എഴുതേണ്ടത് എന്താണ്? ഇനി നമ്മൾ മനസ്സിലോട്ട് വരേണ്ടത് എന്താണ്? എക്സാം അല്ലെ. ഇപ്പം ഉള്ള പുതിയ മോഡൽ ചോദ്യങ്ങളാണ് ഇത്. സ്റ്റേറ്റ്മെന്റ് ലെവൽ, ചേരുംപടി ചേർക്കുക, ഓഡ് വൺ ഔട്ട്, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ. അതിനെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നേരിടാനുള്ള ഏറ്റവും അടിപൊളി മാർഗം എന്ന് പറയുന്നത് എലിമിനേഷൻ മെത്തേഡാണ്. എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 100% ഷുവർ ഉള്ള കാര്യങ്ങൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം എന്ന് വിചാരിക്കും.
ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നിട്ടുണ്ടാവും 1ഉം 2ഉം 2ഉം 3ഉം 3ഉം 4ഉം എന്നൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പൊ അതില് നിങ്ങൾക്ക് തെറ്റാണ് എന്ന് 100% ഉറപ്പുള്ള ആ ഒരു പോയിന്റ് ഉണ്ടാവും. ആ ഒരു പോയിന്റിനെ ഈ ഓപ്ഷൻസിലേക്ക് നമ്മൾ കടത്തിയിട്ട് നമുക്ക് ഉത്തരം എത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. തീർച്ചയായും അതായത് ഒരു 50% എബോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റിൽ ആ ഒരു നോട്ടത്തിൽ തന്നെ ഉത്തരത്തിലോട്ട് എത്താൻ സാധിക്കും. ദെൻ സെക്കൻഡ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾക്കൊരു 50% ഡൗട്ട് ഉള്ളതാണെങ്കിൽ പോലും തെറ്റാണ് എന്നൊരു ധാരണയുള്ള പോയിന്റ് ആണെങ്കിൽ ഈ രണ്ടും കൂടെ വരുന്ന ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. അതാണ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലെ തെറ്റായ ഓപ്ഷൻസ് അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻസ് എന്നുള്ളത് മാറ്റി കണ്ടെത്താനായിട്ട് സാധിക്കും. ഇഫ് നിങ്ങൾക്ക് എന്നിട്ടും സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനെ തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെക്കുക. അല്ലാതെ തെറ്റായിട്ടുള്ള ഒരു ആൻസറിലോട്ട് ഒരു കാരണവശാലും പോകരുത്. ചിലപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മനസ്സിൽ ഓർമ്മ വരും. ചിലപ്പോൾ അതിൽ നിങ്ങൾക്ക് ശരിയാണ് എന്ന് 100% ഉറപ്പുള്ളൊരു ഫാക്റ്റും ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന എല്ലാത്തിനെയും കൂടെ ടാലി ചെയ്തിട്ട് ഓപ്ഷനിൽ ഏതാണ് എന്നുള്ളത് നോക്കുക. ഓക്കെ, അല്ലാതെ 4 ഓപ്ഷനും അയ്യോ എനിക്ക് അറിയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒന്ന് അറിഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് എഴുതാതിരിക്കുകയല്ല, ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ടാലി ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യം വരുമ്പോൾ, പിന്നെ ഈ ഓഡ് വൺ ഔട്ട് ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് 100% ഷുവർ ഉള്ള കാര്യങ്ങൾ ഉണ്ടാവും. ചില റിലേഷൻസ് ഒക്കെ തന്നിട്ടുണ്ടാവും. ആ റിലേഷൻസ് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. ഇപ്പം ഇതും 3 ഒരേ സെക്ഷനിൽ വരുന്നതാണോ അല്ലയോ, ഈ വർഷങ്ങൾ എഴുതുമ്പോൾ പിന്നെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യം തരുമ്പോൾ ചിലത് എന്താ പറയാ, ഇതിൽ പെട്ടതാണ് എന്നും പെട്ടതല്ല എന്നുമുള്ള ആ ചെറിയൊരു വാക്കുകളായിരിക്കും മാറ്റുണ്ടാവുക. ചിലപ്പോൾ 1812 എന്നുള്ളതിന് 1811 എന്ന് കൊടുത്താൽ നമ്മൾ ചിലപ്പോൾ തെറ്റിപ്പോവും, അല്ലെങ്കിൽ 1912 എന്ന് കൊടുത്താലും മതി അല്ലെ. അപ്പോൾ ഓരോ വർഷങ്ങളും ശ്രദ്ധിച്ച് വായിക്കുക. അതേപോലെ ശരി ഏത് തെറ്റേത് എന്നുണ്ടാവും. അപ്പൊ ശരിയാണോ തെറ്റാണോ ഏതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ശരി എന്നാണെങ്കിൽ ശരിയായ പ്രസ്താവന അന്ന് കണ്ട മേലെ ഒന്ന് ടിക്കിട്ട് വെച്ചോളുക. അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന എന്നാണെങ്കിൽ അവിടെ ഒന്ന് ക്രോസ് ഇട്ട് വെച്ചോളാം. ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ ഉത്തരത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ ഒരു മിസ്റ്റേക്ക് വരില്ല. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അല്ലെങ്കിൽ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഒരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എനിക്ക് ക്വസ്റ്റ്യൻ ഓർമ്മയില്ല, ഒരു മലയാളം ചോദ്യമായിരുന്നു. എങ്ങനെയായിരുന്നു, ഒരു വേർഡ് തന്നിട്ട് ഇതിൻ്റെ വിപരീതം ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾക്ക് നോർമലി ചോദിക്കുന്നത് ആ ഒരു വേർഡ് കണ്ടതും നമ്മൾക്ക് മനസ്സിലോട്ട് വരുന്നത് ഏതാണ്, അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് ആണ് മനസ്സിലോട്ട് വരിക അല്ലെ. സമാന പദമാണ് നമ്മുടെ മനസ്സിലോട്ട് വരിക. പക്ഷെ ഈ വിപരീതം എന്നുള്ളത് നമുക്ക് അവിടെ ആ സമയത്ത് നമ്മുടെ മനസ്സിലോട്ട് പോകുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും വിപരീത പദം അല്ലാത്തത് ഏത് എന്നുള്ള ചോദ്യം വരുമ്പോൾ ഈ വിപരീതം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഇതിന്റെ മീനിങ് അല്ലെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് എടുത്ത് എഴുതും അല്ലെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ഒരു ഓപ്ഷനിൽ കാണുമ്പോൾ ഒന്നുകൂടെ 2 തവണ ആണെങ്കിലും അതൊന്ന് വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചോദ്യം കറുപ്പിക്കുന്നതിന് മുമ്പ് 2 തവണ അതൊന്ന് എടുത്ത് വായിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളൊന്നും വരാനില്ല. നെഗറ്റീവ് മാർക്കിംഗ് എന്താണ് നമുക്ക് ഒഴിവാക്കണം. സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യമാണെങ്കിൽ ശരിയായ പ്രസ്താവനയാണോ തെറ്റായ പ്രസ്താവനയാണോ എന്ന് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നിർബന്ധമായും ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ഉത്തരത്തിലോട്ട് എത്തുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് പിന്നെയുള്ളത് ഞാൻ പറഞ്ഞു, നമ്മുടെ എല്ലാ പരീക്ഷകളിലും ഏറ്റവും വലിയ വില്ലനാണ് ഏതെന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്കിംഗ് എന്നുള്ളത്. നമ്മൾ ആദ്യം ഭയക്കേണ്ടതും എന്നാൽ ധൈര്യത്തോടെ നേരിടേണ്ടതും എന്തിനെ തന്നെയാണ്, നെഗറ്റീവ് മാർക്കിംഗ് തന്നെ. നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കുക. ഒരു ചോദ്യം പോലും നിങ്ങൾ എഴുതിയില്ലെങ്കിലും തെറ്റിക്കരുത്. നമ്മളുടെ മാർക്ക് നമ്മുടെ കയ്യിൽ തന്നെ സേഫ് ആക്കുക. ഒരു മാർക്കും അങ്ങോട്ട് കൊടുത്തിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. നമ്മൾ നേടിയെടുത്ത 10 മാർക്കാണെങ്കിൽ പോലും അത് നമ്മുടെ കയ്യിൽ സെക്യൂർ ആക്കുക എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾക്ക് അപ്പോൾ ഒരു ആവേശമാണ്, നമുക്കറിയാവുന്ന ചോദ്യമാണെന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി തകർക്കാൻ ശ്രമിക്കും അല്ലെ. അതല്ല അവിടെ ചെയ്യേണ്ടത്. എന്താ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്കറിയാവുന്ന ആ 100 ചോദ്യം ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് 100% ഷുവർ ഉള്ള ചോദ്യങ്ങൾക്ക് മാത്രം ആദ്യം ഉത്തരം എഴുതുക. 100% നിങ്ങൾക്ക് ഉറപ്പുള്ള ചോദ്യങ്ങൾക്ക് മാത്രം ആദ്യം ഉത്തരം എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്യുക. ഇപ്പോൾ 100ൽ 50 തന്നെ നിങ്ങൾക്ക്
അറിയാവുന്നതുള്ളൂ എന്ന് വിചാരിക്കും. 50 എഴുതിയിട്ട് ഒരു സെക്കൻഡ് ഒന്ന് കാമായി വെയിറ്റ് ചെയ്യാം. അയ്യോ എനിക്ക് കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് 60 ആയിരുന്നു, എനിക്ക് 60 എത്തിക്കണം എന്നും പറഞ്ഞ് പിന്നെയും കറുപ്പിക്കുകയല്ല വേണ്ടത്. എന്താണ് കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ്, മുൻപിലെ തവണത്തെ കട്ട് ഓഫ്, അപ്പുറത്തെ ജില്ലയിലെ കട്ട് ഓഫും ഒന്നും ഇപ്പോൾ ഓർക്കേണ്ട സമയമല്ല എന്ത് നമ്മുടെ എക്സാം ഹാള്. കട്ട് ഓഫ് എന്നുള്ളത് എക്സാം ഹാളിൽ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാനേ പാടില്ല. കാരണം കട്ട് ഓഫും എക്സാമും തമ്മിൽ തൽക്കാലത്തേക്ക് ഇപ്പം ബന്ധമൊന്നുമില്ല. എക്സാം കഴിഞ്ഞ് വേക്കൻസിക്കും ഇതിൻ്റെ നമ്മുടെ കുട്ടികളുടെ മാർക്കിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് കട്ട് ഓഫ് തീരുമാനിക്കുക. സോ നിങ്ങൾ അതിനെക്കുറിച്ച് എക്സാം ഹാളിൽ ഇരുന്ന് ചിന്തിക്കേണ്ട, അത് വരുന്ന നെക്സ്റ്റ് സ്റ്റേജാണ്. നിങ്ങൾ എക്സാം ഹാളിൽ ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യം വരുന്നത് എന്ത് മാത്രമാണ്? നെഗറ്റീവ് വരരുത്. ഞാൻ എഴുതിയ ഉത്തരം മുഴുവൻ എൻ്റെ ശരിയാവണം, ശരിയായ ഉത്തരം മാത്രമേ ഞാൻ എഴുതാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ഉറപ്പിക്കേണ്ട കാര്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് 100-ൽ എത്ര ചോദ്യമാണോ 100% ഷുവർ ഉള്ളത് അത് മാത്രം ആദ്യം എഴുതുക. 100% ഉറപ്പുള്ളത് മാത്രം ആദ്യം എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യാം? പിന്നെ ബാക്കിയുള്ള ചോദ്യം ഇപ്പോൾ 50 എഴുതിയുള്ളൂ എന്ന് വിചാരിക്കും. അപ്പം നമുക്ക് തന്നെ ഒരു സങ്കടമാണല്ലേ, ഈ 50 ഞാൻ പഠിച്ചതൊന്നും എഴുതിയില്ലേ എന്നൊരു തോന്നലൊക്കെ വരും. എന്നിട്ട് ഒരു ചെറിയൊരു മാർക്ക് ഇട്ട് പോവാ കേട്ടോ, എഴുതിയത് എഴുതാത്ത. എന്നിട്ട് എഴുതാത്ത ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു 50-50 ചാൻസ് ഉള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു 10 ചോദ്യം 50-50 ചാൻസ് ഉള്ളതുണ്ടാവും. അതൊന്നുകൂടെ വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിലൊരു 5 മറ്റോ ഉത്തരം കിട്ടും. അപ്പം ആ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാം. ഇനി കറക്കി കുത്താനായിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് തോന്നുകയാണെങ്കിൽ ഒരു കാരണവശാലും അത് ചെയ്യരുത്. കറക്കി കുത്തുന്ന പരിപാടിയേ വേണ്ട. 100% ഉറപ്പുള്ളത് ആദ്യം എഴുതി കഴിഞ്ഞു. അതിനുശേഷം 50% നിങ്ങൾക്കൊരു 2 ചോദ്യം, ഈ 2 ഓപ്ഷനിൽ ഏതോ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിക്കുക. അതായത് ഇപ്പൊ നമ്മുടെ എന്താ പറയുക, ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുക. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഉത്തരം എഴുതാൻ കഴിയുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതൊക്കെ നമുക്ക് കുറച്ച് ലോജിക്കലി തിങ്ക് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ചില വർഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോഴൊക്കെ ചിലപ്പോൾ നമുക്ക് ലോജിക്കലി ഒരു കഥകളിലൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ പറ്റും. അങ്ങനെ ലോജിക്കലി കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളാണെങ്കിലും അത് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് ഈ പേന അടച്ച് വെക്കുക. ഇനി ആ പേന ഉപയോഗിച്ച് ഒരു കറക്കി കുത്തിന് നിൽക്കരുത് എന്ന് ഞാൻ പറയും. കറക്കി കുത്തുന്ന സമയത്ത് നിങ്ങൾ ഒരു പക്ഷേ ശരിയാവാം, ശരിയാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളൊരു 2 മാർക്കിനെ ആഗ്രഹിച്ചിട്ടാണ് ഈ കറക്കി കുത്തുന്നതെന്ന് വിചാരിക്കൂ. ആ 2 തെറ്റിക്കഴിഞ്ഞാൽ, ആ 2 തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ 100-ഓ 200-ഓ റാങ്ക് പുറകിലോട്ട് പോകും. നിങ്ങളുടെ നിയമനം അത്രയും പുറകിലോട്ട് മാറും. മനസ്സിലായോ? അപ്പോൾ ഒരു കാരണവശാലും അറിയാത്ത ഒരു ചോദ്യം പോലും എഴുതരുത്. എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, കറക്കി കുത്താൻ നിൽക്കരുത് ഒരു കാരണവശാലും. അപ്പൊ ഇത്രയാണ് നമ്മൾ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യുക, ഞാൻ പറഞ്ഞു, സിലബസ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, SCERT കവർ ചെയ്ത് വരിക, മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക, മാക്സിമം റിവൈസ് ചെയ്യുക. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജിയാണ് ഞങ്ങളുടെ എയിംസിലെ ഓരോ കുട്ടിക്കും പറഞ്ഞു കൊടുക്കുന്നത്. ഡെയിലി ടൈം ടേബിളോട് കൂടി ഞങ്ങൾ പഠിക്കുന്നതും അതേപോലെ ഞാൻ കാണിച്ചു തന്നു. സ്റ്റഡി അനാലിസിസ് കൊടുത്ത് അവർക്ക് തന്നെ സ്വയം വിലയിരുത്താം അവർ ഓരോ OMR എക്സാമിലും എത്ര മാർക്ക് സ്കോർ ചെയ്തു, ഡെയിലി എക്സാംസിൽ അവർക്ക് എത്ര മാർക്കുകൾ സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവർ കൃത്യമായി ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരുമ്പോൾ അവർക്ക് സ്വയം അവരെ വിലയിരുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിക്കേണ്ടത് തൊട്ടടുത്തുള്ള കുട്ടി എത്ര മാർക്ക് മേടിച്ചു എന്നല്ല, ഇന്നലെയുള്ള എന്നേക്കാൾ ഇന്നുള്ള എനിക്ക് എത്ര ഇംപ്രൂവ്മെന്റ് ഉണ്ടായി എന്നുള്ളതാണ്. ഇന്നലെയുള്ള നിങ്ങളെക്കാളും നിങ്ങൾക്ക് ഇന്ന് എത്ര ഇംപ്രൂവ്മെന്റ് ഉണ്ടായി, ഇന്ന് എത്ര ഫാക്റ്റുകൾ നിങ്ങൾ പുതിയതായി പഠിച്ചു. അങ്ങനെ ചിന്തിക്കുക, വളരെ പോസിറ്റീവായി ചിന്തിക്കുക. നല്ലൊരു റാങ്കിലോട്ട് എല്ലാവർക്കും എത്താൻ സാധിക്കും. അപ്പോൾ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ LPSC, UPSC അതേപോലെ തന്നെ കേഡറ്റ് എന്നിവിടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം പഠിച്ചു തുടങ്ങാം. അടിപൊളിയായി നമുക്ക് പഠിക്കാം ഈ ഒരു ചെറിയ സമയം കൊണ്ട്. അതായത് ഈ ഒരു വെക്കേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് പോർഷൻസ് കവർ ചെയ്യാം. SCERTക്ക് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ സൈക്കോളജിക്കും അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാം. ഒരു മാർക്ക് പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സാവാത്ത രീതിയിൽ തന്നെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. എത്രയും പെട്ടെന്ന് തന്നെ എയിംസിലോട്ട് വരും. നമുക്ക് അടിപൊളിയായി പഠിച്ചു പോവാം കേട്ടോ.
അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് 9446537080 എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ സ്റ്റഡി അനാലിസിസും സിലബസും ഒക്കെ വെച്ചിട്ട് നമുക്ക് പഠിക്കണം. കംപ്ലീറ്റ് പോർഷൻസും കവർ ചെയ്യാൻ നല്ലൊരു റാങ്കിലോട്ട് എത്തണം എന്നുള്ളതാണ്. സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങളും നെഗറ്റീവ്സ് ഒക്കെ ഒഴിവാക്കി OMR എക്സാംസ് ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്ത് അടിപൊളിയായിട്ട് നമ്മൾ എക്സാം ഹാളിലോട്ട് കയറി പോകൂ. അപ്പോൾ അത് ഞാൻ പറയുന്ന വാക്ക് തന്നെയാണ്. എയിം സ്റ്റഡി സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ LPSA UPSAയിൽ കഴിഞ്ഞ റിസൾട്ടിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പേരെ ജോലിയിലേക്ക് പ്രവേശിപ്പിച്ച ഒരു സ്ഥാപനമാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ മാക്സിമം നിങ്ങൾ പഠിക്കുക. ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നല്ലൊരു റാങ്കിലോട്ട് നിങ്ങളെ എത്തിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യൂ. നമുക്ക് അടിപൊളിയായി പഠിച്ചു തുടങ്ങാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.